നമസ്കാരം. ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ, പാലാ. ഇന്ന് 2024 ആഗസ്റ്റ് 1 വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനം അറിയേണ്ടതെല്ലാം. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ പുറം പേജിൽ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ അര പേജ് കവർ ചെയ്തിരിക്കുന്നൊരു വാർത്തയാണ് കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിൻ്റെ അറിയേണ്ട കാര്യങ്ങളെല്ലാം. എഞ്ചിനീയറിംഗ് ഫാർമസി അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആദ്യപടിയായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിരിക്കുകയാണ് ഇന്നത്തെ പത്രം. കേരളത്തിലെ 2024 പ്രൊഫഷണൽ കോഴ്സ് പ്രവേശനത്തിൻ്റെ ഭാഗമായുള്ള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശനത്തിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. www.ce.kerala.gov.in വഴി കീം 2024 കാൻഡിഡേറ്റ് പോർട്ടലിൽ അപേക്ഷാർത്ഥിയുടെ ഹോം പേജ് വഴിയാണ് ഓപ്ഷനുകൾ നൽകേണ്ടത്. രജിസ്ട്രേഷൻ ഫീസായി 2000 രൂപ അടയ്ക്കണം. അലോട്ട്മെൻറ്റ് കിട്ടി പ്രവേശനം നേടിയിരുന്നവരുടെ കാര്യത്തിൽ ഈ തുക അവരുടെ ട്യൂഷൻ ഫീസിൽ വകവയ്ക്കും. തുക ഓൺലൈനായും കേരളത്തിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയും ഫീസ് അടയ്ക്കാം. പ്രക്രിയ പൂർത്തിയാകുമ്പോഴും അലോട്ട്മെൻറ്റ് ഒന്നും ലഭിക്കാത്തവർക്ക് രജിസ്ട്രേഷൻ ഫീസ് തിരികെ നൽകും. 3 വിഭാഗം കോളേജുകളിലേക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സർക്കാർ, എയ്ഡഡ്, ഓട്ടോണമസ് കോളേജുകൾ. രണ്ടാമത്തെ കാറ്റഗറിയിൽ സർക്കാർ നിയന്ത്രിത സ്വാശ്രയ സ്ഥാപനങ്ങൾ, സർവകലാശാല നിയന്ത്രിത സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ. മൂന്നാമത്തെ കാറ്റഗറിയിൽ സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ, സ്വയംഭരണ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്നിവയാണ്. ഇനി ഓപ്ഷൻ നൽകുന്നത് എപ്രകാരമാണ്? അതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നൽകിയ ഓപ്ഷൻ മാറ്റാൻ കഴിയും തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം പത്രം റിപ്പോർട്ട് ചെയ്യുകയാണ്. എത്ര ഓപ്ഷൻ വരെ നൽകാൻ പറ്റും? വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഇന്നത്തെ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കൂടാതെ ബ്രാഞ്ചിനോടാണോ താല്പര്യം, കോഴ്സിനോടാണോ താല്പര്യം തുടങ്ങിയ വിശദാംശങ്ങളെല്ലാം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. കൂടാതെ സമയക്രമത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഓഗസ്റ്റ് 5 രാവിലെ 11 വരെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയം. പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ് 7-ന്, ആദ്യഘട്ട അലോട്ട്മെൻറ്റ് ഫലം 8-ന്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ 12-ന് വൈകിട്ട് 4-നകം ഓൺലൈനായോ ഹെഡ് പോസ്റ്റ് ഓഫീസ് വഴിയോ ഹോം പേജിലെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയ ഫീസ് പ്രവേശന പരീക്ഷാ കമ്മീഷണറുടെ പേരിൽ അടയ്ക്കണം. ഈ ഘട്ടത്തിൽ കോളേജിൽ പ്രവേശനം നേടേണ്ടതില്ല. ഫീസ് അടച്ചില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. ബന്ധപ്പെട്ട സ്ട്രീമിലെ അവശേഷിക്കുന്ന ഓപ്ഷനുകൾ നഷ്ടപ്പെടുകയും ചെയ്യും. നഷ്ടപ്പെട്ട ഓപ്ഷനുകൾ തുടർ റൗണ്ടുകളിൽ ലഭ്യമായിരുന്നതല്ല. ഇനി ടോക്കൺ ഫീസ് അടയ്ക്കുന്നതിനെ പറ്റിയും വിശദാംശങ്ങളുണ്ട്. അതായത് ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൻ്റെ വിദ്യാഭ്യാസം പേജ് പരിശോധിച്ച് എഞ്ചിനീയറിംഗ് ഫാർമസി രജിസ്ട്രേഷൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇത് പരിശോധിച്ച് മനസ്സിലാക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.